ല്ലേ? ഞങ്ങൾ മാത്രം പറയുന്നല്ലോ. ഇത് എവിടേക്കുള്ള പോക്കാണ് ഈ പ്ലക്കാർഡും പിടിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമുള്ള മുഴുവൻ മനുഷ്യരും പറഞ്ഞില്ലേ, ചരിത്രബോധമുള്ള മുഴുവൻ മനുഷ്യരും പറഞ്ഞില്ലേ, ഇത് അരുതാത്തതാണ്. എന്തേ? ഹസനുൽ ബന്നയുടെ ചിത്രവും പിടിച്ച് കോഴിക്കോട് പ്രകടനം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് അരുതായ്മയാണെന്ന നിലപാട് ഈ നിമിഷം വരെ കോൺഗ്രസിനുണ്ടാകാത്തത്, കോൺഗ്രസിന് നേരം വെളുക്കാത്തത്. എന്താണ് പോപ്പുലർ ഫ്രണ്ടിനോടുള്ള നിങ്ങളുടെ നിലപാട്? SDP യോടുള്ള നിലപാട്? എങ്ങനെ SDP ഉണ്ടാകി? എങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായി? ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെയും അതിൻ്റെ വരവിനെയും മാറ്റിവെച്ച് കടന്നു പോകാൻ കഴിയുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതും ആദ്യകാലങ്ങളിൽ മുസ്ലിം മദ്രസകളിൽ മുസ്ലിം പഠനം, ഇസ്ലാമിക പഠനം നടത്തുന്ന ആളുകൾക്കിടയിൽ മാത്രമായിരുന്നുവെങ്കിൽ അതിന് കൂടുതൽ ഔട്ട്റീച്ച് ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി ജമാഅത്തെ ഇസ്ലാമി രൂപം കൊടുത്ത മറ്റൊരു വിദ്യാർത്ഥി ഓർഗനൈസേഷൻ്റെ പേരാണ് സിമി. സിമിയുടെ നിരോധനത്തിനു ശേഷവും സിമിയിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ സിമി വിടണം. അതിനുശേഷവും സിമി വിട്ട് പുറത്തു വന്നവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയുടെ പേരാണ് NDF. NDFൻ്റെ മുഴുവൻ ഫൗണ്ടേഴ്സിൻ്റെയും പേരെടുത്ത് നിങ്ങൾ വെക്ക്. അതിൽ ഒരാളില്ലാതെ മുഴുവൻ പേരും സിമിയുടെ പൂർവ്വകാല പ്രവർത്തകരാണ്. എന്താണ് സിമി? ജമാഅത്തെ ഇസ്ലാമി രൂപം കൊടുത്തു. എന്താണ് ആശയം? ലോക ഭീകരതയുടെ വേദഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ലോക ഭീകരതയുടെ വഴിയടയാളമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പുസ്തകമായ മൈൽ സ്റ്റോൺസിന് ജന്മം കൊടുത്ത സയ്യിദ് ഖുത്ബ്. ആ സയ്യിദ് ഖുത്ബ് ആവേശഭരിതമായ അബുൽ അഅ്ല മൗദൂദിയുടെ ആശയങ്ങൾ, ആ അബുൽ അഅ്ല മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച് പിന്നീട് നിരോധിക്കപ്പെട്ട സിമി, ആ സിമിയിൽ പ്രവർത്തിച്ചിരുന്നവർ, അതിന് നേതൃത്വം കൊടുത്തിരുന്നവർ, ആ ആശയങ്ങളും പേറി ഹസനുൽ ബന്നയുടെ ആശയം, സയ്യിദ് ഖുത്ബിൻ്റെ ആശയം, ആ ആശയങ്ങളും പേറി ഈ കേരളത്തിൻ്റെ തെരുവിൽ അവർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് NDF. ആ NDF ആണ് പോപ്പുലർ ഫ്രണ്ടായി മാറുന്നത്. ആ പോപ്പുലർ ഫ്രണ്ടാണ് പിന്നീട് SDP എന്ന രാഷ്ട്രീയ രൂപം പ്രാപിക്കുന്നത്. ആ SDP ദൗർഭാഗ്യവശാൽ ഇന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയുടെ, രാജീവ് ഗാന്ധിയുടെ പാർട്ടിയുടെ, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയുടെ കേരളത്തിലെ അപ്രഖ്യാപിത സഖ്യകക്ഷിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന പാലക്കാട് ബൈ ഇലക്ഷൻ, വേദിയിലുള്ള സഖാവ് KP അനിൽകുമാർ ഉൾപ്പെടെ അവിടെ പ്രസംഗിച്ചു. ഞങ്ങളെല്ലാവരും ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേദിയിൽ ഉടനീളം പ്രസംഗിച്ചു. ഇവിടെ തിരഞ്ഞെടുപ്പ് വിജയം വരുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ SDP കൊടിയും പിടിച്ച് വർഗീയ ശക്തികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ LDF ജയിപ്പിക്കണം. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ തോറ്റു. തെരഞ്ഞെടുപ്പിൽ തോൽവിയും പരാജയവും വിജയവും എല്ലാം തന്നെ ഭാഗമാണ്. ജനാധിപത്യത്തെ മാനിക്കുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ? പാലക്കാട് ബൈ ഇലക്ഷൻ റിസൾട്ട് കണ്ടെടുക്കാതെ ടെലിവിഷനിൽ കണ്ടിരുന്നവരല്ലേ നിങ്ങൾ? ആ റിസൾട്ട് വന്ന് കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ച്, മൂവർണ്ണ കൊടിയും പിടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നതിന് മുൻപ് തെരുവിലേക്ക് ആവേശഭരിതമായി ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു കടന്നുപോയ സംഘടനയെ ഈ കേരളം അവരുടെ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടു. അതിൻ്റെ പേര് SDP. ഏത് SDP? NDFിൽ നിന്ന് രൂപപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംഘടന SDP. ഏത് NDF? സിമിയിൽ നിന്ന് പുറത്തു വന്നവർ രൂപീകരിച്ച സംഘടനയുടെ പേര് NDF, SDP, പോപ്പുലർ ഫ്രണ്ട്. ഏത് സിമിയിൽ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ സൃഷ്ടിച്ച സിമി. എന്താണ് ഇവരുടെ രാഷ്ട്രീയ ആശയം? അപകടകരമായ ഇവരുടെ ആശയം എന്താണ്? മസ്തിഷ്കങ്ങളെ മതിക്കുന്ന ആശയം എന്ത്? ഇത് വർഗീയതയാണ്. ഇസ്ലാമുമായി പുലബന്ധമില്ലാത്ത 1941 മൗദൂദി ജമാഅത്തെ ഇസ്ലാമിക്ക് ജന്മം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന യോഗത്തിൽ, രൂപീകരണ യോഗത്തിൽ പറയുന്നുണ്ട്, ഇത് നവ ഇസ്ലാമുകളുടെ സംഘമാണ്.
അദ്ദേഹം ഒരു പ്രതിജ്ഞ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാ ഇതിനാൽ ഞാൻ ഒരു നവ ഇസ്ലാമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതുവരെയുള്ള മുഴുവൻ ഇസ്ലാമും വിഡിതാണ്, ഈ ഇസ്ലാമിനെ ഒന്നും അംഗീകരിക്കില്ല. നിങ്ങൾ ഇസ്ലാമാകണമോ ജമാഅത്തെ ഇസ്ലാമിയാകണം. നവ ഇസ്ലാമായിരിക്കുന്നു ഞാൻ. ഈ സദസ്സിലുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞ ചൊല്ലി അവസാനം ഇതാ നവ ഇസ്ലാമായിരിക്കുന്നു. നവ ഇസ്ലാമുകളുടെ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മൗദൂദി ആദ്യം പ്രഖ്യാപിച്ചു ഫസ്റ്റ് ഫോർമേഷൻ യോഗത്തിൽ. നിങ്ങൾ ഈ ലിറ്ററേച്ചറുകൾ വായിക്കൂ, മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കൂ, സയ്യിദ് ഖുത്ബിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കൂ, ഹസനുൽ ബന്നയുടെ ആശയങ്ങൾ നോക്കൂ. ആ ആശയം ജനാധിപത്യത്തിനെതിരാണ്, മതനിരപേക്ഷതക്കെതിരാണ്, ആധുനികതക്കെതിരാണ്. അവർ അങ്ങേയറ്റം പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയത്തിൽ ഇസ്ലാം ഇവിടെ പെടുകയാണ്. ഈ കാണുന്ന ആധുനിക ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം അവസാനിപ്പിച്ച് ഒരു മതരാഷ്ട്രം. നിങ്ങൾ നോക്കൂ, തിയോക്രസിയും ഡെമോക്രസിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒരു തിയോക്രാറ്റിക് റിപ്പബ്ലിക്കാണോ വേണ്ടത്, ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണോ വേണ്ടത്? ഇതാണ് ആശയം. ആധുനിക ഇന്ത്യയെ ഏറെക്കാലം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എങ്ങനെയാണ് മതരാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന തിയോക്രാറ്റിക് റിപ്പബ്ലിക് ആവശ്യമാണ്, ജനാധിപത്യ റിപ്പബ്ലിക് അല്ല വേണ്ടത് എന്ന ആശയം പേറി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് SDP-യുമായി ബന്ധം വരാൻ കാരണം എങ്ങനെയാണത്? ആശയമായി എവിടെയാണ് യോജിക്കുക? കോൺഗ്രസ് തിയോക്രസിയിൽ വിശ്വസിക്കുന്നുണ്ടോ? കോൺഗ്രസിന് ഡെമോക്രസി മോശമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തിയോക്രസിയെ, ദൈവിക രാജ്യമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുന്ന ഡെമോക്രസി വേണ്ട, മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങൾ, മനുഷ്യന്റെ ഭരണം മനുഷ്യന്റെ മേൽ വേണ്ട എന്ന ആശയത്തോട് എങ്ങനെയാണ് കോൺഗ്രസിന് യോജിക്കാൻ കഴിയുക? കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ RSSന്റെ ആശയത്തോട് യോജിക്കുന്നില്ല. ശരിയാണ്, ഞങ്ങൾ എന്തുകൊണ്ട് RSSനെതിരെ ഫൈറ്റ് ചെയ്യുന്നു? RSSന്റെ ആശയം മതരാഷ്ട്രവാദമാണ്. RSSന്റെ രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പ്ലൂറലിസത്തെ മുന്നോട്ട് വയ്ക്കുന്നതല്ല. RSSന്റെ രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയാൻ കഴിയുന്ന, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയാൻ കഴിയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിക്കെതിരാണ്. ഏകശിലാത്മകമായ ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, അതാണ് RSS മുന്നോട്ട് വെക്കുന്നത്. ആകയാൽ ഞങ്ങൾ RSSനെ എതിർക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. കോൺഗ്രസും പറയുന്നു ഞങ്ങളും RSSനെ എതിർക്കുന്നു. നിങ്ങളല്ല, ഞങ്ങളാണ് കൂടുതൽ എതിർക്കുന്നത് കോൺഗ്രസ് അവകാശപ്പെടുന്നു. ശരി സാറേ, എങ്കിൽ ഞാൻ ചോദിക്കുന്നു, RSSന്റെ ആശയം ഇതാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ത്? പോപ്പുലർ ഫ്രണ്ടിനെ പ്രചോദിപ്പിച്ച, രൂപം നൽകിയ ആശയം, ആ ആശയം തിയോക്രസിയുടേതല്ലേ, മതരാഷ്ട്രവാദത്തിൻ്റെതല്ലേ? എങ്കിൽ പിന്നെ എങ്ങനെയാണ് തിയോക്രസിയെ മുറുകെ പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്? എടാ, ഹസനുൽ ബന്നയുടെ പടമെടുത്ത് പിടിച്ച് പ്രകടനം നടത്തിയപ്പോഴെങ്കിലും കോഴിക്കോട് DCC എങ്കിലും 2 വരി വാർത്താക്കുറിപ്പ് ഇറക്കണ്ടേ ഇത് തെറ്റാണെന്ന്? എവിടേക്കാണ് നിങ്ങൾ കേരളത്തെ കൊണ്ടുപോകാൻ പോകുന്നത്? ആസന്നമായിരിക്കുന്ന ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിലെ 2 വോട്ടിന് വേണ്ടി ആശയങ്ങളെ നിങ്ങൾ റദ്ദാക്കരുത്. അങ്ങനെ കോൺഗ്രസ് ആശയങ്ങളെ റദ്ദാക്കുമ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ആത്മാഭിമാനമുള്ളവർ, മതനിരപേക്ഷ വിശ്വാസികൾ, മതേതര ഇന്ത്യക്കായി സ്വപ്നം കാണുന്ന മനുഷ്യർ ആ കോൺഗ്രസിൻ്റെ കൂടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. കുറേ മനുഷ്യരെങ്കിലും നിഷ്ക്രിയരാകുന്നത്. എന്തേ കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നില്ല? എന്തേ മനസ്സിലാക്കുന്നില്ല? ഞങ്ങൾ പറയുന്നു, ഈ നാടിനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർന്നു പോകാൻ പാടില്ല. ഭീകരതയ്ക്ക് മതമില്ല. ഭീകരതയുടെ ബദൽ എന്താണ്? മാനവികതയാണ്. ഭീകരതയെ, വർഗീയതയെ, വിഘടനവാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ ആകെ ചേർത്തു നിർത്തിയിട്ടാണ്. ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ, തൊഴിലില്ലാപ്പടയുടെ നാട്ടിൽ തൊഴിലില്ലാത്തവരുടെ കൂട്ടത്തിൽ ഹിന്ദുവും മുസ്ലിമും സിഖും ജൈനനും പാഴ്സയുമുണ്ട്.
വക്കോൽമിനാരം മറഞ്ഞ മുറ്റത്തുനിന്ന് ചെണ്ട കൊട്ടിക്കട തെയ്യങ്ങളാടുന്നു. ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, ഇനി എൻ്റെ സർവ്വതും എടുത്തുകൊള്ളുക. മുരുകൻ കാട്ടാക്കടയുടെ കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികളാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണമത്ര. ആ കർഷകരുടെ കൂട്ടത്തിൽ ഹിന്ദുവിനെ കാണാം, മുസ്ലിമിനെ കാണാം, ക്രിസ്ത്യനെ കാണാം. ദുരിതങ്ങൾക്കു മതമില്ല. ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വരാൻ പോകുന്ന സെൻസസിനൊപ്പം ജാതി സെൻസസ് നടപ്പിലാക്കാൻ യൂണിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നതാണ്. കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പ്രഖ്യാപിച്ചു. ജാതി സെൻസസ് പുതിയ വാർത്തയാണ്, വൈകുന്നേരത്തെ വാർത്ത. CPM ആവശ്യപ്പെട്ട കാര്യമാണ്, മറ്റ് നിരവധി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ട കാര്യമാണ്. വരട്ടെ. പക്ഷെ BJPക്ക് ആത്മാർത്ഥതയുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, 1991 കോൺഗ്രസ് നടപ്പിലാക്കി പിന്നീട് BJP തുടർന്നുകൊണ്ടിരിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സ്വകാര്യവൽക്കരിക്കപ്പെട്ടത്? എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ? ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇനി ആ സ്വകാര്യവൽക്കരണ നയം, സംവരണം അവസാനിപ്പിക്കുന്ന സ്വകാര്യവൽക്കരണ നയം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? ഞാൻ അതിനോട് ചേർത്ത് വെച്ച് ഈ വേദിയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി അടച്ചുപൂട്ടപ്പെട്ട തൊഴിൽശാലകളിൽ നിന്ന് അട്ടിപ്പുറത്താക്കപ്പെട്ട മനുഷ്യരില്ലേ? ഈ വരുന്ന 20-ാം തീയതി CITUവിൻ്റെ നേതൃത്വത്തിൽ മെയ് മാസം 20-ന് ദേശീയ പണിമുടക്ക് നടക്കുകയാണ്. വിവിധ തൊഴിലാളി സംഘടനകൾ ആ പണിമുടക്കിൻ്റെ ഭാഗമാവുകയാണ്. ആ പണിമുടക്കുന്ന തൊഴിലാളികൾ നിങ്ങളുടെ സാമ്പത്തിക നയത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന